എവരിവൺ, വെൽക്കം ടു കുഞ്ഞസ് വേൾഡ്. ഇന്നതാ ഒരു വലിയൊരു ദിവസമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് ഇതാ ഗ്രാജുവേറ്റ് ചെയ്യാൻ പോവുകയാണ് കിൻഡർ ഗാർഡൻ. റോങ്കുട്ടൻ്റെ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, കാരണം കോവിഡ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഗ്രാജുവേഷൻ സെറമണി അവർ വെച്ചില്ല. അപ്പോൾ ഇതാ കുഞ്ഞിപ്പെണ്ണിൻ്റെ സമയത്ത് അവരെ ഗ്രാജുവേഷൻ സെറമണി വെച്ച് അങ്ങനെ കിൻഡർ ഗാർഡനിൽ നിന്ന് എൻ്റെ കൊച്ചിന്ന് ഗ്രാജുവേറ്റ് ആവാൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എല്ലാ ഫാമിലിയും എന്തെങ്കിലും ഒരു ഐറ്റം, ഒരു സ്പെഷ്യൽ കൾച്ചറൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്നാട്ടോ അവർ പറഞ്ഞത്. കുട്ടികൾ കഴിക്കുന്ന, കുട്ടികൾക്ക് ഇഷ്ടമുള്ള അവരവരുടെ കൾച്ചറിൽ പെട്ട ഒരു സ്പെഷ്യൽ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരണം, കാരണം ഇതൊരു പോട്ട്ലക്ക് ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ വേഗം കണ്ടിട്ട് വായോ. അപ്പോഴത്തേക്കും നമ്മൾ വേഗം സ്കൂളിലേക്ക് എത്തട്ടെ കേട്ടോ. ബൈ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഗ്രാജുവേഷന് നമ്മൾ കൊണ്ടുപോകുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നമുക്ക് ചിക്കൻ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാനും, ഈസി അല്ല പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും എളുപ്പം കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്നതും അവർക്ക് കഴിക്കാനും ഒക്കെ പറ്റുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. അപ്പോൾ ഇന്ന് വെളുപ്പിനെ 3 മണി വരെ ഇരുന്നിട്ടാണ് ഗൈസ് അതൊന്ന് ഉരുട്ടി പറക്കി റെഡിയാക്കിയൊക്കെ വെച്ചത്. അപ്പോൾ എന്തായാലും നമുക്കിന്നിപ്പോൾ വറുത്ത് പോരാം, എന്നിട്ട് വേണം നമുക്ക് വേഗം പോകാൻ. 9:15 കഴിഞ്ഞു, 10:30 ആകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ നമുക്ക് വേഗം വറുത്തിട്ട് പോവാം. നമ്മളൊരു 30 എണ്ണമൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ പ്ലാൻ ചെയ്തിരിക്കണേ. കാണിച്ചു തരാം. ഇത് ഇന്ന് വെളുപ്പിനെ 3 മണി വരെ ഇരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിലിട്ട് വറുത്ത് കോരിയാൽ മതി. അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചേക്കാം. അപ്പോൾ നമുക്ക് വേഗം വറുത്തിട്ട് നേരെ പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്കുകളിൽ പെട്ട ഒന്നാണ് കേട്ടോ ഈ ചിക്കൻ കട്ട്ലറ്റ് എന്ന് പറയുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചിക്കൻ കട്ട്ലറ്റ്, ഒരു എഗ് പപ്സ്, ഒരു ചോക്ലേറ്റ് ഷേക്ക്, ഇത് 3 കൂടെ കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു നോസ്റ്റു ഫീലിംഗ് ആണ് ഈ ചിക്കൻ കട്ട്ലറ്റിന്. അതുകൊണ്ടാണ് ഇന്ന് ഗ്രാജുവേഷൻ ഇത് ഉണ്ടാക്കാന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കാരളീനെയും കൂടെ പിക്ക് ചെയ്തു കേട്ടോ. കാരളീൻ നമ്മുടെ കൂടെ ഇന്ന് വരുന്നത്. വിക്ടോറിയയും ആൻ്റണിയൊക്കെ വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് എത്തും. അപ്പം നേരത്തെ പിള്ളേരുടെ ഫോട്ടോഷൂട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ നേരത്തെ എത്തണമായിരുന്നു 10:45-ന്. പക്ഷെ നമ്മളെത്തിയപ്പോൾ 11 മണിയായി, തുടങ്ങുന്ന സമയമായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ പെട്ടെന്ന് കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു തരാം എല്ലാവരുടെയും. ഇതാണ് ഞങ്ങളുടെ ഐറൂട്ടിയുടെ കോസ്റ്റ്യൂം, ഇതാണ് കാരളിൻ്റെ കോസ്റ്റ്യൂം. കാരളിൻ സേ ഹായ്. പിന്നെ ഇത് റോയിച്ചൻ, പിന്നെ ഞാനും. എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗൈസ്? ഇത് നമ്മുടെ ആ പിങ്ക് മറ്റേ ഹഡ്സൺസ് ബേ ഓഫറിൽ മേടിച്ചത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ആൾക്കാർ നോക്കുന്നു, വഴിയെ പോകുന്ന ആൾക്കാർ നമ്മളെ നോക്കിക്കൊണ്ട് പോകുന്നു. എനിവേസ് എന്തായാലും അകത്ത് ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാം. ബൈ. ഇതാണ് കേട്ടോ കുട്ടികളുടെ കിൻഡർ ഗാർഡനിലെ മിസ് മാൻഗോൾഡ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത്ര ഫ്രണ്ട്ലി ടീച്ചറായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു പ്രെയറോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിള്ളേർ എന്നും ക്ലാസ്സിൽ പാടുന്ന അതേ പ്രെയർ സോങ് തന്നെ ആയിരുന്നുകൊണ്ട് പിള്ളേർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വാളിൽ സ്ക്രീനിൽ കുട്ടികളുടെ ആ വർഷത്തെ ആക്ടിവിറ്റീസ് മുഴുവൻ അവർ ഫോട്ടോസ് എടുത്തിട്ട് അതെല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേരൻസിനും അതെല്ലാം കാണാൻ പറ്റിയല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളെ ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ്സും കൊടുത്തു, കൂട്ടത്തിൽ ഒരു ബുക്കും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കേട്ടോ. So cute, I love him. Remember? Hey, Uwen. Hi.
ഫേവറേറ്റ്സ് എന്നൊക്കെ പറയാമോന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പറയാമെങ്കിൽ ഇവർ 3 പേരുമാണ് എൻ്റെ ഫേവറേറ്റ് കുട്ടികൾ എന്ന് പറയുന്നത്. അതിൽ ഒന്ന് എൻ്റെ കൊച്ചു തന്നെയാണ് കേട്ടോ. പിന്നെ ഉള്ളത് യുവൻ, പിന്നെ ഉള്ളത് കാരളിൻ. ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, യുവൻ ഒരു പ്രത്യേക ക്യൂട്ട്നെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇവർ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഡാൻസ് സ്റ്റെപ്പൊക്കെയാണിത്. ഇത് നമ്മളുടെ ഇടയിൽ മാത്രം കളിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും റോങ്കുട്ടിനെ നിക്കോളസിനെ ഞങ്ങൾ ക്ലാസ്സിൽ പോയി പിക്ക് ചെയ്തു. അവർക്ക് ഫുൾ ഡേ ആണ് ആക്ച്വലി. പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ബ്രേക്ക് ടൈം ആയിരുന്നു ആ സമയത്ത്, ലഞ്ച് ടൈം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവരെ പോയി പിക്ക് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളുടെ ഇതിൽ ഫോട്ടോഷൂട്ട് എന്ന് പറയും, പക്ഷെ നമ്മൾ നാട്ടിലൊക്കെ ശരിക്കും ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഷൂട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങളുടെ ഇടയിലെ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് ഇതേപോലത്തെ ചെറിയ ചെറിയ ഫോട്ടോസാണ് കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ വലിയ വലിയ പരിപാടിക്ക് നല്ല നല്ല ഉടുപ്പുകളൊക്കെ ഇട്ട് ഒരു കുറച്ച് പച്ചപ്പും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് മസ്താണല്ലോ. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടാവുമെന്ന് കണ്ടിച്ചു പോയോ. ഞങ്ങളിത് അപ്പയുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ. കൊച്ചിൻ്റെ ഗ്രാജുവേഷൻ്റെ കൺഗ്രാജുലേഷൻസ് ലെറ്ററൊക്കെ കാണിക്കാനും പിന്നെ നമുക്ക് ആ ഒരു ഫുൾ സംഭവം പറയണ്ടേ, അതിന് വേണ്ടിയിട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അപ്പയ്ക്കും അമ്മയ്ക്കും ചിക്കുവിനും കൂടെ ഞാൻ ഉണ്ടാക്കിയ കട്ട്ലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പറയാൻ വിട്ടുപോയി, എൻ്റെ കട്ട്ലറ്റിന് അപ്രിസിയേഷൻ കിട്ടി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ കൊണ്ടുപോയതിൽ 10-35 കൊണ്ടുപോയതിൽ 5 ബാക്കി വന്നുള്ളൂ. ബാക്കി എല്ലാം എടുത്തു എല്ലാവരും. സോ ഐ എം വെരി ഹാപ്പി. പിന്നെന്താ പറയുക, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഡീപ് ഫ്രൈ ചെയ്തതിൻ്റെ പേരെന്തുവാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇനിയും തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ 2 കൂടെ കൊടുത്തു. ഞാൻ കൊടുത്തല്ല കേട്ടോ, യു ക്യാൻ ടേക്ക് മോർ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി 2 കൂടെ എടുത്തിട്ടുണ്ട്. എനിക്ക് കണ്ടെയ്നർ ഇല്ലെങ്കിൽ ഞാൻ ഫുള്ള് കൊണ്ടുപോയേനേന്ന്. അപ്പോൾ എന്തായാലും എനിക്കതിൽ ഭയങ്കര സന്തോഷം. നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫുഡ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് ഭയങ്കര സന്തോഷമാണ്. എസ്പെഷ്യലി എനിക്ക് കേട്ടോ, കാരണം ഞാൻ അങ്ങനെ എല്ലാം ഒന്നും ഉണ്ടാക്കിയാൽ നന്നാവാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ചിക്കൻ കട്ട്ലറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഒരാൾ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. മനസ്സിലാതൊന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യണം തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എന്തേ അപ്പയ്ക്കും അമ്മയ്ക്കും ചിക്കനും കൂടെ നമുക്ക് കൊടുത്ത് ആ ലെറ്ററും ഒക്കെ ഒന്ന് കാണിച്ച് എൻ്റെ ഗ്രാജുവേറ്റഡ് ഗേൾ നെയിം ഒന്ന് കാണിക്കാം അല്ലേ. നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്നാലും കുഴപ്പമില്ല, പോയിട്ട് വരാം. വേഗം കൊണ്ട് കാണിക്കി. മമ്മ ഉറങ്ങുവാന്ന് തോന്നുന്നു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്. സാരമില്ല, അപ്പച്ചനെ അന്നീനെയും കാണിക്കാം. ഓടില്ലേ, ഞാനും ഓടട്ടെ എന്നൊക്കെ. അപ്പച്ചനെ കാണിച്ചു കൊടുക്ക്, കൊച്ചിന് കിട്ടിയത് എന്നാന്ന്. ഞങ്ങൾ കിൻഡർഗാർട്ടൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഞങ്ങളിനി ഗ്രേഡ് 1 പോവല്ലേ. തൊപ്പി ഞങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷെ കരളിൻ്റെ അമ്മ ഞങ്ങൾക്കൊരു തൊപ്പി തന്ന തൊപ്പിയൊക്കെ നമ്മൾ എടുത്തു അല്ലേ. പക്ഷെ ഞങ്ങൾക്കൊരു തൊപ്പി കിട്ടി, അത് വീട്ടിലിരിക്കും, മറന്നുപോയി കൊണ്ടുവരാൻ. ബിഗുകളായി ഞങ്ങൾ, ബിഗുകൾ. ആ അപ്പച്ചിക്ക് ഉമ്മ കൊടുക്ക. മകനേന്നോ അപ്പ ഇതൊക്കെ കേട്ടു തുടങ്ങിയോ? അനീനെ കാണിച്ചു കൊടുക്കുവാണോ? ഞങ്ങൾ ഗ്രാജുവേറ്റ് ആയി അനീ. അനി സ്മെൽ ലൈക്ക് പെർഫ്യൂം എന്നാണ് കൊച്ചു പറയണത്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ. ഇതാ ചിക്കുവും അപ്പയും കൂടി ജോലിക്ക് പോവുകയാണ്. ചിക്കൂസിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അപ്പ ഇതാ ജോലിക്ക് പോവുകയാണ് കേട്ടോ. സോറി, ചിക്കു ജോലിക്ക് പോയി. അപ്പോൾ ഇതാ ചിക്കുവിനെ കൊണ്ടുവിടാൻ അപ്പ പോയി. അമ്മ കിടന്ന് ഉറങ്ങുവാണ്. അമ്മയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇന്നും നാളെയൊക്കെ നൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് അമ്മേനെ വിളിച്ചില്ല. അപ്പോൾ അമ്മ ഈ വീഡിയോ കാണുമ്പോൾ കൺഗ്രാജുലേഷൻസ് ലെറ്ററൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊച്ചിനാ. പിന്നെ ഞങ്ങളും അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, കാരണം ഇവിടെ ഇനിയിപ്പോൾ ആരുമില്ലല്ലോ. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. റോങ്കുട്ടിനും വരാറായി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഇതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അപ്പേനെയും അമ്മേനെയും ചിക്കുനെയും കൂടെ ഈ വീഡിയോയിൽ. പക്ഷേ അമ്മ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സാരമില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.